നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണ അതിസേവിതം കപിധ്വജം ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഭഗവാനെ വിഘ്നേശ്വര വിഘ്നേശ്വര. ഓം കൈലാസനാഥ പാർവതീപതി ഓം സുബ്രഹ്മണ്യ സ്വാമി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ അനുഭവവേദ്യമായ 2026 ജൂലൈയിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ ജൂലൈ മാസത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ധാരാളം യോഗങ്ങൾ, യോഗഫലങ്ങൾ നന്നായി അനുഭവിക്കുവാനും അതുപോലെ തന്നെ വളരെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിലുള്ള ധാരാളം യോഗങ്ങൾ, യോഗഫലങ്ങൾ 2026 വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പേർക്ക് വളരെ പ്രയോജനകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2026 ഗജകേസരി യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. 2026 ജൂലൈ മാസം വന്നു ചേരുന്ന ഗജകേസരി യോഗം കർക്കിടകം രാശിയിൽ വ്യാഴവും ചന്ദ്രനും ഒരുമിച്ചു ചേരുകയാണ്. വ്യാഴവും ചന്ദ്രനും ഒരുമിച്ചു ചേരുന്നതിലൂടെ രൂപപ്പെടുന്ന യോഗമാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. ഈ ഗജകേസരി യോഗം പ്രധാനമായും 4 രാശിക്കാർക്കാണ് അനുഭവവേദ്യമാകുന്നത്. 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ജൂലൈ 14 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലാണ് ഇതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും വരുന്ന 90 ദിവസങ്ങളിൽ അതിൻ്റേതായിരിക്കുന്ന പ്രതിഫലന അനുഗ്രഹം നേടിയെടുക്കുവാനും ആ കാലയളവിനുള്ളിൽ ധാരാളം ധനം, സമൃദ്ധി, അതുപോലെ തന്നെ ഭാഗ്യം ഒക്കെ വന്നു ചേരാനുള്ള എല്ലാ വ്യവസ്ഥകളും തെളിഞ്ഞു വരുന്നുണ്ട് ഈ 4 രാശി നക്ഷത്ര ജാതകർക്ക്. അതിൽ ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4ാം ഭാവത്തിലാണ് ഈ യോഗം ഉടലെടുക്കുന്നത്. തീർച്ചയായിട്ടും ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ മേടം രാശി നക്ഷത്ര ജാതർക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഗജകേസരി യോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് നമുക്കറിയാൻ കഴിയും. തീർച്ചയായിട്ടും ധനകാരകനായ വ്യാഴം, അതുപോലെ തന്നെ ശരിക്കും തെളിച്ചമുള്ള നന്മയുള്ള സ്ത്രീ വ്യവസ്ഥയിൽ നിലനിൽക്കപ്പെടുന്ന ചന്ദ്രനും തമ്മിൽ, കാരണം ചന്ദ്രഗ്രഹത്തിന് വളരെയധികം പ്രാധാന്യം സ്വാഭാവികമായും നക്ഷത്ര വ്യവസ്ഥകളിൽ വന്നു ചേരുന്നുണ്ട്.
അപ്പോൾ അത്രത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളുടേതായ യോജിപ്പിലൂടെ സംജാതമാകുന്ന ഗജകേസരി യോഗം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കേൾക്കുമ്പോൾ തന്നെ സുഖകരമായിരിക്കുന്നൊരു അനുഭവം നൽകുന്നത് തന്നെയാണ്. തീർച്ചയായും ആ ഗജകേസരി യോഗത്തിലൂടെ മേടം രാശി നക്ഷത്രജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് നിലനിൽക്കുന്നത് തന്നെയായിരിക്കും. ഇവർക്ക് വാഹനങ്ങൾ, ഭൂമി, വസ്തുക്കൾ, പുതിയ വീട് തുടങ്ങിയവയൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ ശാന്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും മംഗളകരമായ അവസ്ഥകളുമൊക്കെ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും മേടം രാശി നക്ഷത്ര ജാതർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്ന പൂർണ്ണ ഭാഗ്യമാണ് ഇവയൊക്കെ. തീർച്ചയായും സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് 90 ദിവസങ്ങളിലായി ഇവരെ അനുഗ്രഹിക്കാനായി വന്നു ചേർന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ടാതെ തന്നെ നമുക്ക് ഈ ഫലം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ദർശിക്കാനാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന പുരോഗതി, അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി, ബിസിനസ് മേഖലയിലൊക്കെ വളരെ വലിയ വളർച്ചയുണ്ടാകുന്ന വ്യവസ്ഥിതിയൊക്കെ തന്നെ ദർശിക്കാനാവും. ഗജകേസരി യോഗത്തിലൂടെ മേടം രാശി നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യദായകവും സന്തോഷജനകവുമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് വരാൻ പോകുന്ന 90 ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിയിലാണ് വ്യാഴൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗമാകുന്ന ഈ അപൂർവ സംഗമം നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ രാശിക്കാർക്ക് അതിൻ്റേതായ എല്ലാ ഭാഗ്യ ഉദയങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വത്തിന് ഒരുപാട് പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ് വ്യവസ്ഥിതികൾ എല്ലാം വന്നു ചേരുന്നതിന് ഇപ്പറഞ്ഞ ഗജകേസരി യോഗം കാരണമാകും. നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിന് പോലും വ്യത്യാസമുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് അവർക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് ജീവിതത്തിലൊരു പ്രത്യേക ലക്ഷ്യബോധമൊക്കെ വരുന്നത് പോലെ തോന്നും. തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തന മേഖലയിൽ അവർ എത്തപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സമൂഹത്തിൽ ബഹുമാനവും അതുപോലെ തന്നെ വളരെ ഭാഗ്യദായകമായ അനുഭവവും ഒക്കെ വന്നു ചേരും. ദീർഘകാലങ്ങളായി നടത്തണം എന്ന് വിചാരിച്ചിരുന്ന പദ്ധതികൾ നടത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ പകുതി വെച്ച് നിന്നുപോയ പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. ജീവിത മേഖലയിൽ പലതും നടക്കണം എന്ന ആഗ്രഹത്തോട് പരിശ്രമിച്ച് അത് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതിനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും അവിടെ തൊഴിൽ ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശി നക്ഷത്ര ജാതർക്ക് അത് അനുഭവത്തിൽ വരുന്ന സമയമാണ് ഈ ഗജകേസരി യോഗ കാലഘട്ടം എന്ന് പറയുന്നത്. വിശേഷിച്ച് കർക്കിടകം രാശിയിലാണ് വ്യാഴവും ചന്ദ്രനും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന എല്ലാ നന്മയുടെ പദ്ധതികളും വിജയിക്കുക തന്നെ ചെയ്യും. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം, കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ആ സമയത്തിന് കുറച്ചുകൂടി ആക്കം വന്നു ചേരുന്നത് പോലെയുള്ള ഭാഗ്യമാണ് ഗജകേസരി യോഗത്തിലൂടെ ഈ രാശിക്കാരിൽ വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്ര ജാതർക്ക് ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന ഓരോ നിമിഷങ്ങളാണ് വരാൻ പോകുന്ന 90 ദിവസങ്ങളിലായിട്ട് അവരെ അനുഗ്രഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരുടേതായിരിക്കുന്ന തൊഴിൽ മേഖലയ്ക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങളുണ്ടാവും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത വളരെ കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. ശമ്പളത്തിൻ്റെയൊക്കെ വർധനവ് നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പല ഗവൺമെൻറ് സാമ്പത്തികമായിരിക്കുന്ന വ്യവസ്ഥകളും നമ്മളിലേക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ളതാണ്, അത് ലഭിക്കാതെ കിടക്കുന്നു. പക്ഷേ അതൊക്കെ ഈ 90 ദിവസ കാലയളവിനുള്ളിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ട് സർക്കാർ നിയമിക്കുന്ന എല്ലാ വ്യവസ്ഥകളും അല്ലെങ്കിൽ സർക്കാർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സന്തോഷങ്ങളും
തീർച്ചയായിട്ടും ചിങ്ങം രാശി നക്ഷത്ര ജാതറിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ചിങ്ങം രാശി നക്ഷത്ര ജാതർ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ലാഭം നേടുന്നതിനായിട്ടുള്ള ഭാഗ്യവും ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരുന്നു. ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക ലാഭം നിറയുന്നത് മാത്രമല്ല, ബിസിനസ് മേഖല പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കൂടി കഴിയുന്ന തരത്തിലേക്ക് ഗജകേസരി യോഗത്തിൻ്റെ അനുഗ്രഹം എത്തും എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് ബിസിനസ്സുകൾ വളരെ മോശമായി തോന്നുന്നു, ഒരുപാട് നഷ്ടമായി മാറുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായും ജൂലൈ 14 മുതൽ വരുന്ന 90 ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ബിസിനസ് മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന മുഹൂർത്തമാണ് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായും ബിസിനസ് മേഖല ഭാഗ്യദായകമാക്കി എടുക്കുവാൻ ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ഭാഗ്യം, അതിനുള്ള അനുഗ്രഹം ഗജകേസരി യോഗം ഈ രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് നൽകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ പങ്കാളികളെ കൂടി അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചേർക്കുന്നതിന് ഭാഗ്യമുണ്ട് സമയമാണ്. മറ്റുള്ളവരെ കൂടി, കാരണം തൊഴിൽപരമായിട്ട് സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകളൊക്കെ തൊഴിൽപരമായിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നടത്തുന്ന ബിസിനസ്സുകളിലും വലിയ വിജയം കൊയ്യാനാവും. സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും നികത്താൻ കഴിയുന്ന സമയമാണ് ഗജകേസരി യോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. ധനുരാശിയുടെ അധിപൻ വ്യാഴമായതിനാൽ, വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യദായകമായ അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന ദേവനായിരിക്കുന്ന, സമൃദ്ധിയുടെ ദേവനായിരിക്കുന്ന വ്യാഴം ധനുരാശിക്കാരുടെ അധിപനായി നിൽക്കുന്നത് വ്യാഴം തന്നെയാണ്. ധനുരാശിയിൽ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിനെ പൂർണ്ണമായ ഭക്തിയോടെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും പൂജകൾ നൽകി ഉത്തേജിപ്പിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റേതായ വലിയ അനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നവഗ്രഹ പൂജകളൊക്കെ നടത്തി വ്യാഴഗ്രഹത്തിനെ അനുകൂലമാക്കിയെടുത്താൽ ധനുരാശിക്കാരന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ധനു രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ഗജകേസരി യോഗം വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ധനം നൽകുന്നതിനായിട്ട് പോകുന്നത്. തീർച്ചയായും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ധനം ലാഭമായി തന്നെ വന്നു ചേരുന്ന സമയമാണ് ഗജകേസരി യോഗം. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ലോട്ടറിയൊക്കെ വലിയ തുക തന്നെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ഗജകേസരി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കുണ്ട് എന്ന് പറഞ്ഞ് ലോട്ടറിയൊക്കെ ഒരുപാട് വാരിയെടുക്കേണ്ട കാര്യമില്ല. തിങ്കൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ വെള്ളി ദിവസങ്ങളിലും ഒന്നോ രണ്ടോ ലോട്ടറി എടുക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു നല്ല മുന്നോട്ടുള്ള പോക്കിന് നല്ലൊരു തുക ലോട്ടറിയിൽ നിന്ന് ലഭിക്കാനുള്ള ഭാഗ്യവും ധനുരാശി നക്ഷത്ര ജാതർക്ക് കാണുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് ധനുരാശിക്കാർക്ക് ഈ സമയത്ത് ലഭിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ തൊഴിലിൽ തുടരുന്നവർക്ക് പ്രമോഷൻ സാധ്യത, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തൊഴിലിൽ നിൽക്കുന്നവർ, സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിനും അനുയോജ്യമായ സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും സാമ്പത്തികം എതുവഴി ഉണ്ടാക്കുന്നതിനും യാതൊരു തടസ്സവും ഒരു മേഖലയിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിശേഷിച്ചും ധനു രാശി നക്ഷത്ര ജാതർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അനുയോജ്യമായിട്ടുള്ള മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഇനി വിദേശ രാജ്യത്ത് എത്തിയിട്ട് തൊഴിലൊന്നുമില്ലാതെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ജൂലൈ 14 മുതൽ അങ്ങോട്ട് വരുന്ന 90 ദിവസത്തിനിടയിൽ തൊഴിൽ ലഭിക്കുകയും സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി അവർ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ പിതാവിൽ നിന്നോ പിതൃതുല്യവരായവരിൽ നിന്നോ ധനുരാശിക്കാർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥകൾ ലഭിക്കും. ഈ 4 രാശിക്കാർക്ക് സ്വാഭാവികമായിട്ടും ഗജകേസരി യോഗത്തിൻ്റെ വലിയ ഭാഗ്യങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനാകും. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും, മീനം രാശി പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും പൂർണ്ണമായ ഭാഗ്യം ലഭിക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾ
നവഗ്രഹ പ്രതിഷ്ഠ നവഗ്രഹ പ്രതിഷ്ഠാ ക്ഷേത്രങ്ങളിൽ നവഗ്രഹത്തിന് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അവരെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. വൃശ്ചികം രാശിക്കാർക്കും മീനം രാശിക്കാർക്കും ഈ ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ മറ്റു രാശിക്കാരെ പോലെ ലഭിച്ചില്ല എങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.